ചെറുപ്പത്തിൽ ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ അവരെ എപ്പോഴെങ്കിലും ആണല്ലോ നമ്മൾ കാണുക. അപ്പോൾ അവരെ സ്നേഹിക്കുന്നതും അവരുടെ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഓ അവരുടെ മകളായി ജനിച്ചാൽ മതിയായിരുന്നു, എന്ത് സ്നേഹമാണ് എന്ന്. പക്ഷേ പോകെ പോകെ അവരെ കുറച്ച് അധിക നേരം അവരോട് സംസാരിക്കേണ്ടി വരുമ്പോഴോ കുറച്ചധികം നേരം അവരോട് ചിലവഴിക്കേണ്ടി വരുമ്പോഴാണ് ശരിക്കും അവരെന്താന്നുള്ളത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ആഗ്രഹം തെറ്റായിരുന്നു എന്ന്. അങ്ങനെയൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോഴാണ് ഞാൻ മനുവിനോട് ഈ ഒരു തോട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ പറയാം ഓനിക്കും അതേ തോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ചെറിയതാകുമ്പോൾ എന്നുള്ളത്. കുറച്ച് നേരം ആർക്കും ആരെയും എങ്ങനെ വേണമെങ്കിലും സ്നേഹിക്കുക, എപ്പോഴേലും കാണുമ്പോഴും സ്നേഹിക്കുക. ഇന്ന് അത്തരം സ്നേഹപ്രകടനങ്ങൾക്കും കാട്ടിക്കൂട്ടലുകൾക്കും മാത്രമാണല്ലോ സ്വീകാര്യത ഉള്ളത്. ഇന്നത്തെ കാലത്ത് വേണ്ട ഏറ്റവും നല്ലൊരു ലൈഫ് സ്കില്ലും അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഫേക്ക് ചെയ്യാൻ പറ്റുക, ഒരാളോട് ഉള്ളിലുള്ള ഇമോഷൻ എന്താണെങ്കിലും അത് എത്ര വെറുപ്പാണെങ്കിൽ പോലും അയാളെ കാണുമ്പോൾ അയാളെ അങ്ങോട്ട് സോപ്പിട്ട് സ്നേഹം പ്രകടിപ്പിച്ച് അങ്ങോട്ട് കൊല്ലുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് സ്വീകാര്യത. മനുവിനൊരു ലാപ്ടോപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലക്കാട് പോയതാണ് കേട്ടോ. അവിടെ പോയപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലുലുവിലൊന്ന് കറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ വിട്ടിട്ട് കുട്ടികളെ കൊണ്ട് നേരെ പോയി. കുട്ടികൾക്ക് ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് യൂണിഫോം ഇട്ടിട്ടാണ് അവർ ലുലു മാളിലൂടെയൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഷ്ടമോളോട് ചോദിക്കുമായിരുന്നു, ഇപ്പോൾ കണ്ട എത്ര ആളാണ് നോക്കുന്നത്, ഈ സാധാ ഡ്രസ്സ് ഇട്ട് വന്നിട്ടാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് അവളെ കളിയാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ച് ഷെഫ് പാലാട്ട് പോയി ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉമ്മാനെയും മനുവിനെയും വീട്ടിൽ കൊണ്ടാക്കി ഞാൻ നേരെ കൊച്ചുകുട്ടക്കനെ വന്നിട്ടുണ്ട്. ഇഷ്ടമോൾക്ക് നാളെ മദ്രസയിൽ പരീക്ഷ തുടങ്ങുകയാണേ.